അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മയെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് എന്താണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ദിയ കൃഷ്ണയെ പറ്റിയുള്ള പുതിയൊരു വിശേഷം. അത് പറയാതെ എന്ത് ചർച്ചയല്ലേ. ദിയയും അശ്വിനും തമ്മിലുള്ള കല്യാണവും ആഘോഷവും ഒക്കെ കഴിഞ്ഞു. നമ്മളത് ചർച്ച ചെയ്തതുമാണ്. അത് വലിയ രീതിയിൽ ആഡംബര കല്യാണം എന്ന് വേണം പറയാനല്ലേ. എന്നാൽ ഇപ്പോഴിതാ പുതിയൊരു വിവാദം കത്തിപ്പിടിച്ചിരിക്കുകയാണ്. വിഷയം സിമ്പിൾ ആണ് കേട്ടോ, പക്ഷെ ആള് ഇത്തിരി ഗൗരവമുള്ളതാണ്. അതായത് ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കണോ വേണ്ടയോ, ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. ഞാൻ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളും അമ്മയെ വിളിക്കുന്ന ആന്റി എന്ന് പറഞ്ഞു. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനെ കൊണ്ടല്ലോ അവരൊക്കെ വിളിച്ചാൽ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ വിളിച്ചോളൂ. ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും. അപ്പൊ ഞാൻ കുറെ പേര് അപ്പൊ ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിലൊന്ന് ചോദിക്കുന്ന ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീസ് സോ ഹാപ്പി ഞാൻ അങ്ങനെ വിളിക്കുന്നത്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിയല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റും. സംഭവം ഇങ്ങനെയാണ്. ദിയയുടെ ഒരു പുതിയ വീഡിയോയിൽ ദിയ പറയുന്നുണ്ട് തനിക്ക് അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന്. ദിയയുടെ വാക്കുകൾ കേട്ടാൽ ചിലപ്പോൾ നമുക്ക് അമ്പരപ്പൊക്കെ തോന്നും. ദിയ പറയുന്നത് എന്റെ അമ്മ എന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. മരുതൻകുഴി വീട്ടിലെ സിന്ധു കൃഷ്ണകുമാർ, അതാണ് എന്റെ അമ്മ. ആ ഒരാളെ മാത്രമേ എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റൂ. അല്ലാതെ വഴിയിൽ കാണുന്നവരെ ഒക്കെ അമ്മ എന്ന് വിളിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്നാണ് ഇവിടെ ദിയ കൃഷ്ണ പറയുന്നത്. അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിയല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റും. അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മയെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് എന്താണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളും അമ്മയെ വിളിക്കുന്ന ആന്റി എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇന്നവരാരും കണ്ടിട്ട് ചോദിച്ചിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മയെ അച്ഛനെ കൊണ്ടല്ലോ അവരെയൊക്കെ വിളിച്ചാൽ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ വിളിക്കും. അതേപോലെ തന്നെ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കും ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. സത്യം പറഞ്ഞാൽ ഈ വഴിയിൽ കാണുന്നവരെന്നുള്ള ഈ ഒരു പ്രയോഗമാണ് ഇപ്പോൾ പലരെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇതിലൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ദിയയുടെ ഭർത്താവായിട്ടുള്ള അശ്വിനും ദിയയുടെ പേരൻസിനെ അങ്കിളും ആന്റി എന്നാണ് അത്ര വിളിക്കുന്നത്. അതിലവർക്ക് ആർക്കും പരാതിയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇക്കാലത്ത് ഒരുപാട് പേര് അമ്മയെ ആന്റി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ പലരും മമ്മി എന്നൊക്കെ തന്നെയാണ് വിളിക്കാറുള്ളത്. പക്ഷെ ദിയ ഇത് പറഞ്ഞ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, അതാണ് ഇവിടെ പ്രശ്നമായത്. അതായത് കാവിലെ അമ്മയൊന്നും അല്ലല്ലോ എല്ലാവർക്കും അമ്മ എന്ന് വിളിക്കാൻ. ഇതൊക്കെ ദിയ ചോദിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ഒരു അഹങ്കാരം പോലെ തോന്നി എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുമ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ അമ്മയല്ലേ. നമ്മുടെ പാർട്ണറെ ഇത്രയും നല്ല രീതിയിൽ വളർത്തി വലുതാക്കിയ ആൾക്ക് ഒരു അമ്മ എന്ന വിളി കൊടുക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? ഇനി അമ്മ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ അത് പറയുന്നതിൽ ഒരു മാന്യത ആകാമായിരുന്നു എന്ന് തന്നെയാണ് വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ, ഏറെ വരുന്ന കമന്റുകൾ അത് തന്നെയായിരുന്നു. തനിക്ക് തോന്നുമ്പോൾ മാത്രം റിലേഷൻഷിപ്പിന് വില കൊടുക്കുന്ന ആള് എന്നൊക്കെയാണ് ദിയക്കെതിരെ വിമർശനങ്ങൾ വരുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു വശം കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദിയക്ക് നന്നായിട്ട് അറിയാം എന്ത് പറഞ്ഞാലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുക എന്നുള്ളത്. വല്ലപ്പോഴും ഇങ്ങനെ ഓരോന്ന് ഇട്ടുകൊടുത്തില്ലെങ്കിൽ റീച്ച് കുറയുമോ എന്നൊരു പേടിയും ചിലപ്പോൾ കാണും. ഒരു പക്ഷെ വിവാദങ്ങൾ ഉണ്ടാക്കി വ്യൂസ് കൂട്ടാനുള്ള ഒരു ടെക്നിക്കായിട്ടും ഇതിനെ കാണാം. കാരണം ഈ ഒരു ഐറ്റം ഇവിടെ ഇട്ടാൽ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ദിയയ്ക്ക് നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ച് ദിയയുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിയയുടെ അനീതി കുട്ടി ഹൻസികയെ പറ്റിയുള്ള വീഡിയോസും അതിന്റെ വിവാദങ്ങളും സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതാണല്ലോ, എല്ലാം പുറത്തു വന്നതും. അപ്പം അത് ഭയങ്കരമായിട്ട് എന്താണ് ചർച്ചയായിരുന്നു, എയറിലൊക്കെ ആയിരുന്നു പുള്ളിക്കാരി. ഇപ്പോൾ എന്തായാലും ഹൻസിക എന്നുള്ള വിഷയം മാറ്റി നിർത്തിയിട്ട് ദിയ എന്നുള്ള വിഷയം കിട്ടിയിരിക്കുന്നതാണ്. കാരണം ഇത് എടുത്തിട്ടത് തന്നെ മെയിൻലി റീച്ചിന് വേണ്ടി ആവാനാണ് സാധ്യത. എന്തായാലും ദിയ ഉദ്ദേശിച്ച പോലെ തന്നെ സംഭവം വൈറലായിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഞാൻ ആലോചിച്ചു പോവാണ് കേട്ടോ, ഒരു വിളിയിലാണോ ഈ സ്നേഹം ഇരിക്കുന്നത് എന്നുള്ള. അമ്മ എന്ന് വിളിച്ച് കുഴി തോണ്ടുന്ന മരുമക്കളെക്കാളും നല്ലതല്ലേ ആന്റി എന്ന് വിളിച്ച് സ്നേഹത്തോടെ ഇരിക്കുന്നതും. അതും അമ്മ എന്ന് തന്നെ വിളിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? എന്തായാലും ദിയയുടെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടു തന്നെ അശ്വിന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ദിയയുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ അശ്വിന്റെ അമ്മയ്ക്കും എന്ത് തോന്നിയിട്ടുണ്ടാകും? അശ്വിന്റെ വീട്ടുകാർ പാവങ്ങളാണെന്നും ദിയയുടെ ഈ ഒരു ബോൾഡ് സംസാരത്തിന് മുന്നിൽ അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പരക്കെ സംസാരമുണ്ട്.
സ്വന്തം മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി പരസ്യമായിട്ട് ഇങ്ങനെ പറയുന്നത് ഏതൊരു അമ്മയും വേദനിപ്പിക്കില്ലേ? എന്തായാലും ദിയ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് എന്നുള്ളത്. അതായത് മനസ്സിലുള്ളത് തുറന്നു പറയുന്നതും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുന്നതും രണ്ട് കാര്യമാണ്. ഇതിപ്പോ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ആരെയും പേടിയില്ല എന്ന ദിയയുടെ സ്ഥിരം ലൈൻ ഇതിൽ അല്പം കൂടിപ്പോയോ എന്ന് തന്നെയാണ് ഇവിടെ സംശയമുള്ളത്. ദിയ നേരത്തെ പങ്കുവച്ചിട്ടുള്ള കുടുംബ വീഡിയോകളുമായിട്ട് ഇതിനൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ കല്യാണത്തിന് മുൻപുള്ള വീഡിയോകളിൽ അമ്മയായിട്ട് ഭയങ്കര സ്നേഹമാണെന്ന് അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നല്ലോ നമ്മൾ കണ്ടിരുന്നത്. അന്ന് കാണിച്ച ആ സ്നേഹമെല്ലാം വെറും ഷോ ആയിരുന്നോ ദിയ കൃഷ്ണേ? എന്തായാലും നെഗറ്റീവ് കമന്റുകൾ വരുന്നത് ദിയയെ സംബന്ധിച്ച് ലാഭമാണ്. കാരണം കമന്റുകൾ കൂടുന്തോറും വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ചാനൽ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ദിയ മനഃപൂർവ്വം ഇട്ടുകൊടുത്ത ഒരു ചൂണ്ട തന്നെയായിരിക്കും ഇത്. അതിലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ സാധാരണ ഒരു മലയാളി കുടുംബത്തിലെ കല്യാണത്തിന് ശേഷം ഉണ്ടാവേണ്ട ചില അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് നമുക്കറിയാം അല്ലേ? അതായത് ഒരു വീട്ടിലേക്ക് മരുമകളായിട്ട് വരുമ്പോൾ ആ കുടുംബത്തിലെ അംഗങ്ങളെ സ്വന്തമായിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മിനിമം ഒരു മര്യാദ തന്നെയാണ്. ആന്റി എന്ന് വിളിക്കുന്നത് തെറ്റല്ലെങ്കിൽ പോലും അതൊരു ഡിസ്റ്റൻസ് ഇട്ട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുന്ന അതേ ബഹുമാനം അമ്മായി അമ്മയ്ക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ലായിരിക്കാം. പക്ഷെ അവരെ വഴിയിൽ നിൽക്കുന്നവരെ പോലെ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഇത്തിരി ക്രൂരമായി പോയില്ലേ ദിയ കൃഷ്ണ? നാളെ ദിയയുടെ കുഞ്ഞും ഈ അശ്വിന്റെ അമ്മയെ എന്ത് വിളിക്കണമെന്നാണ്? ആ കുട്ടിയോടും ഇത് അച്ചമ്മയല്ല വെറും ഒരു ആന്റിയാണ് എന്ന് പറയുമോ നിങ്ങൾ? എന്തായാലും സ്നേഹം വേണ്ടത് വാക്കിലല്ല പ്രവൃത്തിയിലാണ് വേണ്ടത് എന്ന് നമ്മൾ പറയും. പക്ഷെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഉള്ളിലുള്ള സ്നേഹം പോലും ഇല്ലാതായി പോകില്ലേ? അപ്പൊ കൂട്ടുകാരെ, ഈ വിഷയത്തിൽ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വാക്കുകൾക്ക് ഒരു മൂർച്ചയുണ്ട്. അത് സ്നേഹം കൂട്ടാനും ഉപയോഗിക്കാം, ഉള്ള ബന്ധങ്ങൾ മുറിക്കാനും ഉപയോഗിക്കാം. ദിയ കൃഷ്ണ പറഞ്ഞത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് വാദിക്കുമ്പോഴും ഒരു പൊതുവേദിയിൽ വന്നിരുന്ന് സ്വന്തം കുടുംബാംഗങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ചില മിനിമം മര്യാദകളുണ്ട്. സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നത് കൊണ്ട് അമ്മായി അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എത്രത്തോളം യുക്തിപരമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ അധ്യാപകരെ മാഷയെന്നോ അല്ലെങ്കിൽ സാറയെന്നോ വിളിക്കുന്നു. സുഹൃത്തുക്കളുടെ അമ്മമാരെ അമ്മയെന്നും വിളിക്കാറുണ്ട്. അതൊന്നും നമ്മുടെ സ്വന്തം അമ്മയോടുള്ള സ്നേഹം കുറയ്ക്കുന്ന കാര്യങ്ങളല്ലല്ലോ. യഥാർത്ഥത്തിൽ ഇതൊരു ഈഗോയുടെ പ്രശ്നമാണോ അത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് ആണോ എന്നുള്ളത് കണ്ട് തന്നെ അറിയാം. എന്തായാലും ദിയെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? കുടുംബ ബന്ധങ്ങളിലെ വിട്ടുവീഴ്ചകളും അതുപോലെ സ്നേഹവും ഇല്ലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഇത്തരം പ്രസ്താവനകൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ നിലപാട് എന്താണ്? ദിയ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതോ അമ്മായി അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നതാണോ ശരിയായിട്ടുള്ള രീതി? എന്ത് തന്നെയായാലും നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. നമുക്ക് അവിടെ ഇരുന്ന് കൂടുതൽ സംസാരിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് വിശേഷങ്ങളും ചർച്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.